സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് രംഗം സജീവമാകുമ്പോൾ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. വണ്ടൂർ നിയമസഭാ മണ്ഡലം ആദ്യം പരിഗണിക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് എല്ലാ തയ്യാറെടുപ്പുകളും അതിന്റെ ആദ്യ ചുവടുകൾ വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ നടക്കുമ്പോൾ 2011 വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ പോൾ ചെയ്ത വോട്ട്, ആ വോട്ടുകൾ കണക്കാക്കിയാൽ ആദ്യം പോളിംഗ് ശതമാനം 73.45, പോൾ ചെയ്ത വോട്ട് 1,32,610. 73.45% പേർ 2011 വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ വണ്ടൂർ നിയമസഭാ വിജയിയായത് AP അനിൽകുമാറാണ്. AP അനിൽകുമാറിന്റെ ഭൂരിപക്ഷം 28,919 വോട്ട്. 77,580 വോട്ടായിരുന്നു 2011 വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ AP അനിൽകുമാർ സ്വന്തമാക്കിയത്. AP അനിൽകുമാറിനെ കൂടാതെ 2011 വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച പ്രമുഖർ CPIM-ന് വേണ്ടി V രമേശൻ, CPIM സ്വന്തമാക്കിയ വോട്ട് 48,661. BJP 2,885 വോട്ട് 2011 സ്വന്തമാക്കിയപ്പോൾ SDPI വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ സ്വന്തമാക്കിയത് 1,682 വോട്ട്. ഈ പ്രമുഖരുടെയൊക്കെ വോട്ടിംഗ് ശതമാനം വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ 2011 അനിൽകുമാർ, AP അനിൽകുമാർ 58.50% വോട്ട് സ്വന്തമാക്കിയപ്പോൾ 36.69% CPIM-ന് വേണ്ടി V രമേശൻ നേടിയത്. അതോടൊപ്പം BJP 2.18% വോട്ട് നേടിയപ്പോൾ SDPI 1.27% വോട്ടും 2011 വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും സ്വന്തമാക്കിയിരുന്നു. പ്രചരണ രംഗത്ത് സജീവമാകുക അത് സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷമാകും. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ വണ്ടൂർ നിയമസഭാ മണ്ഡലം അതിൻ്റെ തെരഞ്ഞെടുപ്പ് സ്വപ്നങ്ങളിൽ ഏറ്റവും സജീവമായി കഴിഞ്ഞു. വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും KT സോലിക്. കഴിഞ്ഞ 5 വർഷത്തിനകം വികസന രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്നാണ് സംസ്ഥാനത്തെ ടൂറിസം മന്ത്രി കൂടിയായ MLA AP അനിൽകുമാർ കരുതുന്നത്. എന്നാൽ അടിസ്ഥാന മേഖലകളിലും കാർഷിക രംഗത്തും നിരാശയുണ്ടാക്കിയ ജനപ്രതിനിധി ആളെ നോക്കിയാണ് വികസനവും പദ്ധതികളും നടപ്പാക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. വികസനത്തിന്റെ ഈ വാദപ്രതിവാദങ്ങൾ തന്നെയാണ് വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായി പ്രതിഫലിക്കുക. കാരണം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് ഒരു മന്ത്രി കൂടിയാണ് എന്നതും പ്രത്യേക സവിശേഷതയാണ്. സർക്കാർ കോളേജായിരുന്നു വണ്ടൂരിലെ പ്രധാന സ്വപ്നം. എന്നാൽ മന്ത്രി കൊണ്ടുവന്നത് എയ്ഡഡ് കോളേജ്. അതുതന്നെ കിട്ടിയത് മന്ത്രിയുടെ ബിനാമിയുടെയും ബന്ധുക്കളുടെയും പേരിലുള്ള ട്രസ്റ്റിനെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മന്ത്രിയുടെ ബിനാമി പേരിൽ മന്ത്രിയുടെ ബന്ധുക്കളും സിൽബന്ദികളുമായ ഒരു പറ്റം വരുന്ന ആളുകളെ ഉൾപ്പെടുത്തി ഭാവിയിൽ മന്ത്രിക്കും സിൽബന്ദികൾക്കും ബന്ധുക്കൾക്കും സമ്പത്ത് കുന്നുകൂട്ടാൻ കഴിയാവുന്ന രൂപത്തിലൊരു എയ്ഡഡ് കോളേജിന് അനുമതി കൊടുക്കുകയാണ് ഈ ഗവൺമെൻറ് ചെയ്തത്. അതുമാത്രമല്ല, എയ്ഡഡ് കോളേജ് നടത്തുന്ന ട്രസ്റ്റിന് കേരള ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള ഏക്കർ കണക്കിന് ഭൂമി എഴുതി കൊടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. എന്തൊക്കെ പറഞ്ഞാലും വണ്ടൂരിൽ എന്തെങ്കിലും വികസനം വന്നെങ്കിൽ ഇക്കഴിഞ്ഞ 5 വർഷത്തിനിടെയാണെന്ന് MLA AP അനിൽകുമാർ പറയുന്നു. കൽക്കുണ്ട് ഇക്കോ ടൂറിസം പദ്ധതി ആദ്യഘട്ടം പൂർത്തിയായി. 60 കോടി ചെലവിൽ ചാലിയാർ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പൂർത്തിയാക്കാനായി. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളൊന്നാണ് ചമ്മറവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ്. ആ പദ്ധതി കഴിഞ്ഞാൽ അത് നേരത്തെ പൂർത്തിയായ പദ്ധതിയാണ്. പക്ഷേ ഈ 5 വർഷക്കാലത്തിനിടയിൽ ജില്ലയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതിയാണ് ചാലിയാർ റെഗുലേറ്റർ കം ബ്രിഡ്ജ്. ഏതാണ്ട് 60 കോടിക്കടുത്ത് രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ആ പദ്ധതി വളരെ കാലത്തെ എൻ്റെ ഒരാഗ്രഹമായിരുന്നു. അത് ഈ ഒരു സമയത്ത് തന്നെ പ്രവൃത്തി തുടങ്ങുവാനും പ്രവൃത്തി പൂർത്തീകരിക്കാനും കഴിഞ്ഞു എന്നുള്ളത് ഇത്തരം പദ്ധതികളും വളരെ വേഗത്തിൽ തീർക്കാൻ കഴിയും എന്നതിൻ്റെ ഏറ്റവും വലിയ കേരളത്തിന് നൽകാവുന്ന തെളിവാണ്. ഓടക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് പൂർത്തിയായി കഴിഞ്ഞു. വണ്ടൂർ എടവണ്ണ റോഡ് സൗന്ദര്യവൽക്കരിച്ച് നിലവാരം കൂട്ടാനുള്ള നടപടി തുടങ്ങി. സംസ്ഥാനത്ത് ആദ്യമായി ഹോമിയോ ക്യാൻസർ സെന്റർ വന്നത് വണ്ടൂരിലാണ്. ജനങ്ങളുടെ താല്പര്യമനുസരിച്ചുള്ള പദ്ധതികൾ. പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷത്തോടു കൂടി പറയാൻ കഴിയും, ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത് കഴിഞ്ഞ 5 വർഷത്തിലാണ്. അത് PWD രംഗത്തായാലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ വളരെയേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ടൂറിസത്തിൻ്റേതായ ശ്രദ്ധേയമായ പദ്ധതികൾ കൂടി വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് ഏറെ സന്തോഷം നൽകിയ കാര്യമാണ്. സമൃദ്ധമായ ചാലിയാറും 4 ചെറു തടയണകളുമുണ്ടായിട്ടും കുടിവെള്ളമില്ലാത്ത 2 പഞ്ചായത്തും കൃഷിക്ക് വെള്ളം കിട്ടാത്ത 3 പഞ്ചായത്തുകളും വണ്ടൂരിലുണ്ട്.
ജില്ലയിൽ കൂടുതൽ പട്ടികജാതി കോളനികളുള്ള മണ്ഡലത്തിൽ അവയുടെ വികസനത്തിന് മന്ത്രി ഒന്നും ചെയ്തില്ലെന്ന് പരാതിയുണ്ട്. വണ്ടൂർ മണ്ഡലം പട്ടികജാതി കോളനികൾ ഏറ്റവും കൂടുതലുള്ള ഒരു മണ്ഡലമാണ്. പട്ടികജാതി വിഭാഗക്കാരുടെയും കോളനികളുടെയും വികസനത്തിനു വേണ്ടി അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന യാതൊരു പദ്ധതിയും നടപ്പാക്കാൻ കഴിഞ്ഞ 5 വർഷക്കാലം ആ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി എന്ന നിലയ്ക്ക് വണ്ടൂർ MLAക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. ഹോമിയോ ക്യാൻസർ സെന്റർ ഒഴിച്ചാൽ ആരോഗ്യരംഗത്തും മണ്ഡലം പിന്നിൽ പോയി. റബ്ബർ കർഷകർക്കും ക്ഷീര കർഷകർക്കും നിരാശയുടെ വർഷങ്ങളായിരുന്നു ഇത്. വിവാദങ്ങളല്ല, വികസനമാണ് വോട്ടാവുന്നതെങ്കിൽ മണ്ഡലം നിലനിർത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് MLAയും UDFും. വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിന്റെ വികസനത്തിന്റെ ഇത്തരം വ്യാകരണങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏതു തരത്തിൽ പ്രതിഫലിക്കും? അതറിയണമെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിന്റെ ചരിത്രവും ഒന്ന് വിലയിരുത്തേണ്ടി വരും. വികസനത്തിന്റെ വ്യത്യസ്തതകൾ വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ പ്രതിഫലിക്കുമ്പോൾ അതിന്റെ അവകാശവാദം മന്ത്രിയായ AP അനിൽകുമാർ സ്വന്തമാക്കുമ്പോൾ അതിന്റെ കൃത്യമായ വിവരങ്ങൾ ഏതൊക്കെ തരത്തിൽ പക്ഷപാതപരം അത്തരം വിമർശനങ്ങളും മണ്ഡലത്തിൽ സജീവമായി നിൽക്കുന്നുവെന്ന് KT സോലിക് റിപ്പോർട്ട് ചെയ്യുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വണ്ടൂർ നിയമസഭാ മണ്ഡലം ഏതു തരത്തിൽ ചിന്തിച്ചു? അത്തരം പ്രത്യേകതകൾ വണ്ടൂരിലുണ്ടോ? KT സോലിഹിലേക്ക്. 8 പഞ്ചായത്തുകളുള്ള വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ 4-ൽ 3 പേരിന് പോലും UDF സംവിധാനമില്ല. വണ്ടൂരിലും മമ്പാടും മാത്രമാണ് UDFന് പഞ്ചായത്ത് ഭരണം. പക്ഷേ ജില്ലാ പഞ്ചായത്തിലേക്ക് പോൾ ചെയ്ത വോട്ടും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടും പരിശോധിച്ചാൽ UDF ബഹുദൂരം മുന്നിലാണ്. ുകളുടെ ഈ തത്വശാസ്ത്രം വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ എങ്ങനെ പ്രതിഫലിക്കും? അതിനാണ് പാർട്ടികളും മുന്നണികളും സജീവമായി കണക്കുകൂട്ടലിലുള്ളതും പ്രവർത്തനത്തിന് ഇത്തരം കണക്കുകളാണ് മാനദണ്ഡമാക്കുന്നത്. 8 പഞ്ചായത്തുകളാണ് വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് ലീഗ് തർക്കത്തിന്റെ കേന്ദ്രം. വണ്ടൂർ, മമ്പാട്, തുവ്വൂർ പഞ്ചായത്തുകളിൽ മാത്രമാണ് പേരിനെങ്കിലും UDF സംവിധാനമുള്ളത്. തിരുവാലി, കാളികാവ്, പോരൂർ, ചോക്കാട്, കരുവാരക്കുണ്ട് പഞ്ചായത്തുകളിൽ തമ്മിൽ തല്ലും ചേരിതിരിഞ്ഞു മത്സരവും. ഫലം 8-ൽ പകുതി പഞ്ചായത്തുകളും ഇടതിനൊപ്പം. വണ്ടൂർ, മമ്പാട് പഞ്ചായത്തുകളിൽ മാത്രമാണ് UDFന് ഭരണം. കരുവാരക്കുണ്ടിൽ കോൺഗ്രസ് വിരുദ്ധ മുന്നണിയും ചോക്കാട് ലീഗ് വിരുദ്ധ മുന്നണിയും അധികാരം പങ്കിടുന്നു. പക്ഷേ ജില്ലാ പഞ്ചായത്തിലേക്ക് പോൾ ചെയ്ത വോട്ടിൽ 5890 വോട്ടുകളുടെ ലീഡ് UDFനുണ്ട്. ലോക്സഭയിലെ വോട്ട് പരിശോധിച്ചാൽ UDFന്റെ ലീഡ് 15000-ന് മുകളിൽ. മുന്നണിയിലെ പ്രധാന കക്ഷികളൊഴികെ ചെറുപാർട്ടികൾക്കും വർഗീയ കക്ഷികൾക്കും വണ്ടൂരിൽ വേരോട്ടമില്ല. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതി കോളനികളുള്ളതും ഈ സംവരണ മണ്ഡലത്തിൽ തന്നെ. മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലയിൽ സങ്കീർണമായ വിശ്വാസരീതികളുള്ള സുന്നി സംസ്ഥാന വിഭാഗക്കാർക്ക് മേൽക്കൈയുള്ള സംസ്ഥാനത്തെ ഏക മണ്ഡലം. മലയോര കർഷകർക്കും കുടിയേറ്റക്കാർക്കും നിർണായക ശക്തിയുള്ള 2 പഞ്ചായത്തുകളും വണ്ടൂരിലുണ്ട്. പ്രാദേശിക സാമൂഹ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായാൽ വണ്ടൂരിൽ LDFന് ഒരു കൈ നോക്കാനാവും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലേതുപോലെ UDFിലെ ഭിന്നതയും മുതലാക്കാനാവണം. KT സോലിക്, വണ്ടൂർ നിയമസഭാ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ ഡാനി പോളിന് പറയാനുള്ളത് വൈപ്പിൻ നിയമസഭാ മണ്ഡലത്തെക്കുറിച്ചാണ്. ഒരുപക്ഷെ വ്യാവസായിക തലസ്ഥാനമെന്നറിയപ്പെടുന്ന പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വൈപ്പിൻ നിയമസഭാ മണ്ഡലത്തിൽ 2016 പോകുന്നതിന് മുമ്പ് 2011 79.26% പോളിംഗ്. 1,20,385 പേർ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. 79.26% പോളിംഗ് ഉണ്ടായിരുന്ന വൈപ്പിൻ നിയമസഭാ മണ്ഡലത്തിൽ 2011 വിജയിയായത് S ശർമ്മയാണ്. CPIM 5242 വോട്ടിന്റെ ഭൂരിപക്ഷം. 60,814 വോട്ടാണ് CPIMന് വേണ്ടി S ശർമ്മ 2011 വൈപ്പിൻ നിയമസഭാ മണ്ഡലത്തിൽ സ്വന്തമാക്കിയത്. പ്രമുഖർ അദ്ദേഹത്തെ കൂടാതെ അജയ് തറയിൽ മത്സരിച്ചിരുന്നു. 55,572 വോട്ട് അജയ് തറയിൽ സ്വന്തമാക്കിയപ്പോൾ 2930 വോട്ടായിരുന്നു BJP സ്വന്തമാക്കിയത് TG സുരേന്ദ്രനിലൂടെ. ഈ പ്രമുഖരുടെയൊക്കെ വോട്ടിംഗ് ശതമാനം 2011 വൈപ്പിൻ നിയമസഭാ മണ്ഡലത്തിൽ കണക്കാക്കിയാൽ CPIM 50.52% വോട്ട്, 46.16 അജയ് തറയിൽ സ്വന്തമാക്കിയപ്പോൾ 2.43% BJPയുടെ വോട്ട് വൈപ്പിൻ മണ്ഡലത്തിൽ 2011. വൈപ്പിൻ നിയമസഭാ മണ്ഡലത്തിന്റെ വിശേഷങ്ങൾ ഡാനി പോൾ പങ്കുവയ്ക്കും. ആദ്യത്തെ കാര്യങ്ങൾ: കടലിനെ പ്രത്യക്ഷമായും പരോക്ഷമായും ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് മണ്ഡലത്തിൽ അധികമുള്ളത്. അതുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒപ്പം തന്നെ ക്ഷേമ പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ടതുണ്ട്.
ഈ ഒരു അനുപാതം താൻ കൃത്യമായി പാലിച്ചുവെന്ന് MLA അവകാശപ്പെടുമ്പോൾ കണക്കുകൾ അങ്ങനെ അല്ല എന്നാണ് UDF ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തരത്തിൽ കണക്കുകളുടെ ചിത്രം അതാണ് വൈപ്പിൻ നിയമസഭാ മണ്ഡലത്തിൽ പ്രചരണ രംഗത്ത് സജീവമാകുന്നതെങ്കിൽ വൈപ്പിൻ നിയമസഭാ മണ്ഡലം വ്യാവസായിക ഭൂമികയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒരു മണ്ഡലമായി വളരാനുള്ള കാരണങ്ങൾ എന്തൊക്കെ? ആ വളർച്ച നിലനിർത്തുമ്പോഴും അവിടുത്തെ വോട്ടർമാർ, ആ മണ്ഡലത്തിന്റെ ജീവനാഡിയായ വോട്ടർമാർ പ്രതീക്ഷിക്കുന്ന വികസന സ്വപ്നങ്ങൾ എന്തൊക്കെ? ഡാനി പോളിന്റെ റിപ്പോർട്ടിലേക്ക്. രാജ്യത്തെ തന്നെ പ്രധാന വൻകിട പദ്ധതികളാണ് വൈപ്പിനിലുള്ളത്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, പുതുവൈപ്പ LNG ടെർമിനൽ, ഇവ രണ്ടും കേരളത്തിന്റെ വികസന സങ്കല്പങ്ങളുടെ ജീവനാഡിയാണ്. കടലോര ഗ്രാമമെന്ന പഴയ പേര് വൈപ്പിൻകര പോലും മറന്നു കഴിഞ്ഞു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജനസാന്ദ്രതയേറിയ പ്രദേശമാണിത്. വൈപ്പിനെന്നാൽ പണ്ട് കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്നവരുടെ ചിത്രമായിരുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിലും പിന്നാക്കം. എന്നാൽ കഴിഞ്ഞ 10 വർഷങ്ങൾ വൈപ്പിനിൽ മാറ്റത്തിൻ്റെതായിരുന്നു. പൊക്കാളിപ്പാടങ്ങളും ചെമ്മീൻ കൃഷിയുമെല്ലാം വൈപ്പിൻകരക്കാരുടെ സമൃദ്ധിയിലേക്ക് തിരിച്ചു വരികയാണ്. MLA S. ശർമ്മ മുൻകൈയെടുത്ത് നടപ്പാക്കുന്ന ജൈവ വൈപ്പിൻ പദ്ധതി ഇതിന് കാരണമായിട്ടുണ്ട്. മണ്ഡലത്തിന്റെ ഉൽപാദക രംഗത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിച്ച് കർഷകരെ വീണ്ടും സമൃദ്ധിയിലേക്ക് എത്തിക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് ഊന്നൽ നൽകി നിരവധി പദ്ധതികളാണ് അവതരിപ്പിക്കപ്പെട്ടത്. മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും ഇതിലൂടെ കഴിഞ്ഞു. SSLC പരീക്ഷയിൽ A+കാരുടെ കാര്യത്തിൽ 30 ഇരട്ടി വർധനവാണുണ്ടായത്. പ്രവേശന പരീക്ഷാ പരിശീലനം നൽകിയ 40 വിദ്യാർത്ഥികളിൽ 2 പേർക്ക് MBBSനും 38 പേർക്ക് കഴിഞ്ഞ തവണ എഞ്ചിനീയറിംഗിനും പ്രവേശനം ലഭിച്ചു. ഈ ക്ഷേമ പദ്ധതികൾക്കൊപ്പം കടലും കായലുമെല്ലാം ചേരുന്ന വൈപ്പിൻ ഭൂപ്രകൃതിയുടെ സൗന്ദര്യത്തിന്റെ ടൂറിസം സാധ്യതകളും പുതുവൈപ്പിന്റെ വ്യാവസായിക സാധ്യതകളും ഉൾപ്പെടുത്തി പദ്ധതി രൂപീകരിക്കപ്പെടുകയാണ്. ഇവിടുത്തെ ഫിഷറീസ് സെക്ടറിൽ ഇപ്പോൾ എക്സ്പോർട്ടിൻ്റെ ഇൻകം കുറഞ്ഞിരിക്കുകയാണ്. എക്സ്പോർട്ട് സയൻറ്റിഫിക് ആക്കാനും ക്വാളിഫൈഡ് ഐറ്റംസ് എക്സ്പോർട്ട് ചെയ്യാനും കഴിയണമെങ്കിൽ ഒരു എക്സ്പോർട്ട് സോൺ എന്ന നിലയ്ക്ക് പുതുവൈപ്പ് ആസ്ഥാനമാക്കിക്കൊണ്ട് പങ്കുവഹിക്കാൻ കഴിയും. അത് ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ഈ പദ്ധതികൾക്കിടയിൽ മണ്ഡലത്തിലെ റോഡുകളുടെ വികസനവും തീരദേശ റോഡിന്റെ കാര്യവും MLA മറന്നുപോയെന്ന് UDF കുറ്റപ്പെടുത്തുന്നു. ഇവിടെ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തീരദേശ റോഡാണ്. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രചരണ ആയുധം, പ്രചരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് LDFും അദ്ദേഹവും ഉയർത്തിപ്പിടിച്ചത് ഗതാഗത പ്രശ്നമാണ്. തീരദേശ റോഡിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കുമെന്നുള്ളതാണ്. തീരദേശ റോഡ് ഇന്ന് അത് 1 ഇഞ്ച് പോലും മുന്നോട്ട് പോയില്ല എന്ന് മാത്രമല്ല, ഉള്ള റോഡും പോയി. തീരദേശ റോഡിനായി തന്നാലാകുന്നത് ശ്രമിച്ചിട്ടും ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും UDF സർക്കാരിൽ നിന്നും ഒരു സഹകരണവും ഉണ്ടായിട്ടില്ലെന്ന് MLA S. ശർമ്മ ഈ ആരോപണങ്ങൾക്ക് മറുപടിയായി പറയുന്നു. തീരദേശ ഹൈവേ അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് LDF ഗവൺമെൻറ് 2011 ഫെബ്രുവരി മാസത്തിൽ ചേർന്ന ജിഡയുടെ കൗൺസിൽ യോഗത്തിൽ തന്നെ തീരുമാനിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ നടപടികൾ ഉദ്യോഗസ്ഥ തലത്തിൽ വേണ്ടത്ര സഹകരണം കിട്ടാതെ വരികയും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി നടപടിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് വേണ്ടത്ര സഹകരിക്കാതെ വന്നതിനെ തുടർന്ന് ഈ തീരദേശ ഹൈവേ യാഥാർത്ഥ്യമാക്കാനോ തുടങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഫസ്റ്റ് റീച്ച് ടെൻഡർ ചെയ്തതായിരുന്നു. ചില പരാതികൾ കൊടുത്ത് വിജിലൻസ് എൻക്വയറിയൊക്കെ വന്ന് അങ്ങനെ പെൻഡിംഗ് ആയി ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ദ്വീപിൽ ഇപ്പോഴാണ് വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വ്യക്തമായി പറഞ്ഞാൽ ഗോശ്രീ പാലങ്ങളുടെ രൂപീകരണത്തിനു ശേഷം നേരത്തെ ഉണ്ടായിരുന്ന റോഡുകളുടെ നവീകരണവും പാലങ്ങളുടെ വിപുലീകരണവും നടന്നുവരികയാണ്. വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കഴിഞ്ഞ തവണ കന്നിയംഗത്തിൽ ഉയർത്തിയ ചെങ്കൊടി ഒന്നുകൂടി ഉയരത്തിൽ ഉറച്ചു കെട്ടാൻ തന്നെയാണ് LDFിൻ്റെ തീരുമാനം. എന്നാൽ ആദ്യ മത്സരത്തിലെ പരാജയത്തിന് ഇക്കുറി തിരിച്ചടി നൽകാൻ കഴിയുമെന്ന രീതിയിൽ തന്നെയാണ് UDF കോപ്പുകൂട്ടുന്നത്. എന്തായാലും കൊച്ചിയുടെ അയൽക്കാർക്കിത് കടുത്ത മത്സരം തന്നെ. വികസനത്തിന്റെ കഥയ്ക്കൊപ്പം മണ്ഡലത്തിന്റെ ചിത്രം എങ്ങനെയായിരിക്കും? അതുകൂടി ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഓരോ തെരഞ്ഞെടുപ്പിലും വളരെ ശക്തമായി ചിന്തിക്കുന്ന കാര്യമാണ്. വൈപ്പിന്റെ ആ കഥയുമായി ഡാനി പോൾ ചേരും. അടിസ്ഥാന സൗകര്യ വികസനവും തീരദേശ റോഡ് വികസനവും വികസനത്തിന്റെ ആവശ്യങ്ങളായി
വൈപ്പിൻ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർമാർ മുന്നോട്ട് വയ്ക്കുമ്പോൾ വല്ലാർപാടവും LNG ടെർമിനൽ വികസനവും ഗോശ്രീ പാലവും ഒക്കെ നേട്ടമാക്കുന്ന ഏറ്റവും വലിയ വികസനത്തിന്റെ മറ്റൊരു മുഖവും വൈപ്പിനുണ്ട്. വികസനത്തിന്റെ ഈ ചിത്രത്തോടൊപ്പം വൈപ്പിൻ മണ്ഡലത്തിന്റെ പൊതു സ്വഭാവമെന്ത്? ഡാനി പൊള്ളിലേക്ക്. കടലും കായലും അതിരിടുന്ന ഭൂമികയാണ് വൈപ്പിൻ. കൊച്ചി എന്ന കുതിപ്പിനെ കൈതൊട്ടു വിളിക്കുവാനുള്ള ദൂരം മാത്രമേ ബാക്കിയുള്ളൂ. വികസനത്തിന്റെ കാര്യത്തിൽ അനന്ത സാധ്യതകളാണ് വൈപ്പിൻ മണ്ഡലത്തിൽ അവശേഷിക്കുന്നത്. കന്നിയംഗത്തിൽ LDF-നൊപ്പമായിരുന്നു വൈപ്പിൻ മണ്ഡലം നിലകൊണ്ടത്. വികസനത്തിന്റെ ഈ സ്വപ്നങ്ങൾ വൈപ്പിൻ നിയമസഭാ മണ്ഡലത്തിൽ പ്രാവർത്തികമാക്കുക, അത് ആവശ്യമായി വോട്ടർമാർ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനായിട്ടുള്ള മാനദണ്ഡങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് പാർട്ടികളും മുന്നണികളും. അങ്ങനെയാണെങ്കിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാവസായിക ഭൂമികയിൽ ഉൾപ്പെടുന്ന വൈപ്പിൻ നിയമസഭാ മണ്ഡലം എങ്ങനെ ചിന്തിക്കും? കാത്തിരിപ്പ് തുടരുമ്പോഴും പ്രവർത്തനം സജീവമാകുന്നു വൈപ്പിന്. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിലാണ് വൈപ്പിൻ മണ്ഡലം രൂപപ്പെടുന്നത്. അതുവരെ ഞാറയ്ക്കൽ എന്ന മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു ഈ പ്രദേശങ്ങൾ. പിന്നീട് എറണാകുളം മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന മുളവുകാട് ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ചേർത്താണ് വൈപ്പിൻ മണ്ഡലം രൂപീകൃതമാകുന്നത്. ഞാറയ്ക്കൽ മണ്ഡലം UDF-നായി കോൺഗ്രസ് നേതാവ് ഡോക്ടർ MA കുട്ടപ്പൻ സ്ഥിരം ജയിച്ചു കയറുമ്പോഴാണ് 2006 CPM നേതാവ് MK പുരുഷോത്തമൻ LDF-ന് വേണ്ടി മണ്ഡലം പിടിക്കുന്നത്. അന്ന് കോൺഗ്രസിലെ യുവ നേതാവായ PV ശ്രീനിജിനെയാണ് പുരുഷോത്തമൻ പരാജയപ്പെടുത്തിയത്. മണ്ഡല പുനർനിർണയത്തിൽ ഞാറയ്ക്കൽ വൈപ്പിനായി മാറ്റപ്പെട്ടപ്പോൾ CPIM നേതാവും മുൻമന്ത്രിയുമായ S ശർമ്മ LDF-നായി വിജയക്കൊടി നാട്ടി. മത്സ്യത്തൊഴിലാളികളാണ് മണ്ഡലത്തിൽ ഏറിയ പങ്കും. കടലിനെ ആശ്രയിച്ചു ജീവിക്കുന്നവരുടെ പ്രധാന പരാതി അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്നതായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ മണ്ഡലത്തിൽ വന്ന മാറ്റങ്ങൾ ചെറുതല്ല. പള്ളിപ്പുറം, കുഴുപ്പള്ളി, എടവനക്കാട്, നായരമ്പലം, ഞാറയ്ക്കൽ, എളങ്കുന്നപ്പുഴ, മുളവുകാട്, കടമക്കുടി എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് വൈപ്പിൻ മണ്ഡലം. ഇടപ്പള്ളി, വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പ്രദേശങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം LDF-ന് അനുകൂലമാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ ഞാറയ്ക്കൽ ഒഴികെ മറ്റ് 7-ലും LDF-നാണ് ഭരണം. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഇടപ്പള്ളിയുടെ വാർഡുകൾ UDF നേടിയപ്പോൾ വൈപ്പിനിലേത് LDF പിടിച്ചെടുത്തു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5000-ത്തിലധികം വോട്ടുകൾ നേടിയാണ് S ശർമ്മ വിജയിച്ചത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യങ്ങൾ മാറിയെന്നാണ് UDF-ന്റെ വിലയിരുത്തൽ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരാവുന്ന സാഹചര്യങ്ങളാണ് UDF-നുള്ളതെന്ന് KPCC എക്സിക്യൂട്ടീവ് അംഗമായ KR സുഭാഷ് പറയുന്നു. ഇത് വൈപ്പിൻ UDF-ന്റെ മണ്ഡലമാണ്. UDF-ന് വലിയ മേൽക്കോയ്മയുള്ള ആധിപത്യമുള്ള പ്രദേശമാണ് വൈപ്പിൻ. ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തന്നെ രാഷ്ട്രീയമായിട്ട് നടക്കുന്ന ഒരു മത്സരം നിലയ്ക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ ഡിവിഷനിലെ വിജയം എടുത്ത് പരിശോധിച്ചാൽ തന്നെ വൈപ്പിൻ ഡിവിഷനും വല്ലാർപാടം ഡിവിഷനും UDF നല്ല മെജോറിറ്റിയിൽ ജയിച്ചിരിക്കുകയാണ്. പക്ഷെ പള്ളിപ്പുറം ഡിവിഷൻ ജയിച്ചിരിക്കുന്നത് LDF-ആണ്. അത് മൈനസ് ചെയ്താൽ പോലും 4000-ന് മേലെ വോട്ടിന് UDF-ന് മേധാവിത്വം ഇപ്പോൾ തന്നെ ഇവിടെയുണ്ട്. എന്നാൽ മണ്ഡലത്തെ അടിസ്ഥാനപരമായി തന്നെ കഴിഞ്ഞ 5 വർഷങ്ങൾ മാറ്റിയെടുത്തുവെന്നാണ് LDF കണക്കുകൂട്ടുന്നത്. വികസന പദ്ധതികൾക്കൊപ്പം നടത്തിയ ക്ഷേമ പദ്ധതികളാണ് പ്രധാനമായും പറയേണ്ടത്. വൈപ്പിനിൽ നടത്തിയ ആരോഗ്യ പഠനത്തിൽ ക്യാൻസർ വർദ്ധിക്കുന്നതായി കണ്ടിരുന്നു. ഇതിനെ തടയാൻ നടപ്പാക്കുന്ന ബഹുമുഖ പദ്ധതി ഇൻഷുറൻസും ചികിത്സയും സൗജന്യമായി ഇതിന്റെ ഭാഗമായി ലഭ്യമാക്കുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് മുന്നേറ്റത്തിനായി വെളിച്ചം പദ്ധതി LKG മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ഉച്ചഭക്ഷണം മുതൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി പ്രവേശന പരീക്ഷയുടെ പരിശീലനം വരെ നൽകുന്നുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായുള്ള ഈ പദ്ധതികളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ MLA-ക്ക് കഴിഞ്ഞു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇതിനോടൊപ്പം ചേർക്കുമ്പോൾ LDF-ന് അനുകൂലമായ സാഹചര്യമാണ് മണ്ഡലത്തിലെന്ന് S ശർമ്മ പറയുന്നു. എഡ്യൂക്കേഷനിൽ കേരളത്തിൽ ഒരു സമാനതകളില്ലാത്ത വിധം ബിഗ് പ്രോജക്റ്റാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. ജനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും എല്ലാവരുടെയും സഹകരണത്തിൽ വെളിച്ചം വിദ്യാഭ്യാസ പദ്ധതി നാം കൊടുത്തിരിക്കുന്നത്. അതായത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് സ്റ്റേറ്റ് ആവറേജിൽ നിന്ന് പിന്നോക്കം 3-ാം സ്ഥാനത്താണ് വൈപ്പിൻ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നത്. ഈ വർഷത്തോടുകൂടി പൊതുവിദ്യാഭ്യാസ രംഗത്ത് വൈപ്പിൻ 1-ാം സ്ഥാനത്ത്, അതായത് പൊതുധാരയിൽ മുഖ്യധാരയിലേക്ക് വൈപ്പിൻ്റെ സ്റ്റാൻഡേർഡ് വന്നിട്ടുണ്ട്.
അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും സാമൂഹ്യക്ഷേമ രംഗത്തും നടപ്പാക്കിയ പദ്ധതികൾ പലതും രാജ്യത്തിന് തന്നെ മാതൃകയായിരുന്നു. വെളിച്ചം പദ്ധതി ദേശീയ തലത്തിൽ നടപ്പാക്കാൻ കഴിയുന്നതിന്റെ സാധ്യതകൾ കേന്ദ്ര സർക്കാർ പരിശോധിച്ചു വരികയാണ്. മണ്ഡലത്തിലെ കാലങ്ങളായുള്ള കുടിവെള്ള പ്രശ്നവും ശാശ്വതമായി പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇതെല്ലാം വൈപ്പിൻ മണ്ഡലത്തിനെ ഇടതുപക്ഷത്തോടൊപ്പം ചേർത്തു നിർത്താൻ കഴിയുമെന്ന് LDF പ്രതീക്ഷിക്കുന്നു. ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥി നിർണയത്തിനായി വാർഡ് തലം മുതലുള്ള അഭിപ്രായ സമന്വയം രൂപീകരണം അവസാന ഘട്ടത്തിലാക്കിയാണ് മുന്നണികൾ മുന്നേറുന്നത്. ഓരോ ദിവസത്തെയും തെരഞ്ഞെടുപ്പ് ചിത്രം വ്യത്യസ്തമാകുമ്പോൾ നാളത്തെ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി വീണ്ടും ഇതേ സമയം.